ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചതാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കല്ലുമ്മക്കായാണിത്. വളരെ രുചികരമായ ഒരു കല്ലുമ്മക്കായ. നിങ്ങൾ തീർച്ചയായും ഈ റംസാനിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് കല്ലുമ്മക്കായിൽ വൃത്തിയാക്കാം കേട്ടോ. നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുക്കേണ്ട ഒന്നാണ് ഈ കല്ലുമ്മക്കായ. കല്ലുമ്മത്തിൻ്റെ തൊലിഭാഗവും ഉൾഭാഗവും നന്നായി കഴുകി അതിൻ്റെ ഉള്ളിലെ നൂല് പോലെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഒരു കപ്പ് പച്ചരി രാത്രിയാണെങ്കിൽ കുതിർത്തിയിടാം, അതല്ലെങ്കിൽ രാവിലെ കുതിർത്തിയിട്ട് വൈകുന്നേരം നമുക്കുണ്ടാക്കാം. ഞാനൊരു 5 മണിക്കൂർ കുതിർത്തിയെടുത്ത ഒരു കപ്പ് പച്ചരിയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു അരമുറി തേങ്ങ ചിരവിയതും അതിലേക്കൊരു 10-15 ചുവന്നുള്ളിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പച്ചരിയും തേങ്ങയും ചുവന്നുള്ളിയും. ഇനി ഇതിലേക്ക് വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും നമുക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, പിന്നീട് നോക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, തേങ്ങാപ്പാലിൻ്റെ തേങ്ങ ചേരുമ്പോൾ തന്നെ ഇത് എല്ലാം അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് മാവിൻ്റെ രൂപത്തിൽ നമുക്ക് കുഴച്ച് വെക്കാം. കണ്ടോ, ഇതുപോലെ വേണം കുഴച്ച് മാറ്റി വെക്കാൻ. കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തതെടുത്ത് നമുക്ക് ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ കല്ലുമ്മക്കായൻ്റെ വായ് പിളർത്തി പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെ വേണം കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് മാവ് നിറച്ച് കൊടുക്കാൻ. ഇങ്ങനെ എല്ലാ കല്ലുമ്മക്കായും നമുക്ക് നിറച്ചെടുക്കാം. വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാത്ത വിധത്തിൽ നമുക്ക് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ ലൈനിട്ടിട്ട് വേണം ഇത് നിറച്ച് കൊടുക്കാനായിട്ട്. കല്ലുമ്മക്കായ തൊണ്ടോട് കൂടിയിട്ട് നമുക്ക് പൊരിക്കണമെങ്കിൽ അങ്ങനെ പൊരിക്കാം. പക്ഷേ ഞാനിവിടെ അങ്ങനെ പൊരിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇങ്ങനെ എല്ലാ കല്ലുമ്മക്കായ നിറച്ചതും നമുക്കിവിടെ മാറ്റി വെക്കാം. കണ്ടില്ലേ, ഒരു 30ഓളം കല്ലുമ്മക്കായ നിറച്ചത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഇഡ്ഡലിത്തട്ട് വെച്ച് ചൂടായതിന് ശേഷം അതിൽ വെള്ളം നന്നായി ഒഴിക്കണം. ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം അരിപ്പാത്തട്ട് വെച്ച് ഈ കല്ലുമ്മക്കായ ഒക്കെ ഇതിലേക്ക് നിരത്തി കൊടുക്കുകയാണ്. കല്ലുമ്മക്കായുടെ ഉള്ളിലെ മാവ് വെന്ത് കിട്ടാനായി എന്തായാലും ഒരു 25 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ അതിനുള്ള വെള്ളം വേണം ഇഡ്ഡലി പാത്രത്തിൽ വെക്കാനായിട്ട്. ഏത് പാത്രത്തിലാണോ ആവി കയറ്റാൻ വെക്കുന്നത്, വേവിക്കാൻ വെക്കുന്നത് എങ്കിൽ ആ പാത്രത്തിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 25 മിനിറ്റൊക്കെ വേവിക്കേണ്ടതുള്ളത് കൊണ്ട് പാത്രം കരിഞ്ഞു പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഇഡ്ഡലിത്തട്ടൊക്കെ മൂടി വെച്ചു. 25 മിനിറ്റിന് ശേഷം ഞാനിത് തുറക്കുകയാണ്. തുറന്ന് കണ്ടപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ കല്ലുമ്മക്കായ. കണ്ടോ, ഇനി ഞാനിത് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ എല്ലാ കല്ലുമ്മക്കായും കോരിയെടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 2 തവണയായിട്ടാണ് കല്ലുമ്മക്കായ പുഴുങ്ങിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്രമാത്രം കല്ലുമ്മക്കായ ഉണ്ടോ നിങ്ങളുടെ ഇഡ്ഡലിത്തട്ടിൽ കൊള്ളുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 2 തവണയായിട്ടാണ് ഈ കല്ലുമ്മക്കായ പുഴുങ്ങിയെടുക്കുന്നത്. അടുത്ത ട്രിപ്പും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ കല്ലുമ്മക്കായും ഇവിടെ പുഴുങ്ങിയെടുത്തു. ചൂടാറിയതിന് ശേഷം ഒരു മീഡിയം ചൂടിൽ നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഇതിൻ്റെ തോട് പൊളിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കല്ലുമ്മക്കായി ഇതിൽ നിന്നും വിട്ടുപോരും. അങ്ങനെ ചിലതെല്ലാം നല്ലപോലെ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ചില കല്ലുമ്മക്കായി ഇതിൽ തന്നെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കല്ലുമ്മക്കായി ഇതിൽ നിന്ന് വേർപെടുത്താൻ. ഞാനിതാ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ എല്ലാതും വേർപെടുത്തിയിട്ട് വെക്കുകയാണ്. നിങ്ങളും ഇതേപോലെ തന്നെ എല്ലാതും ഒന്ന് വേർപെടുത്തി വെക്കുക. ഇനി ഇത് തോല് കളയാതെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി,
1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്യാം, കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനൊരു മീഡിയം ലൂസിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഈ കല്ലുമ്മക്കായ നമുക്ക് പുഴുങ്ങിയെടുത്ത നമ്മുടെ ഈ കല്ലുമ്മക്കായ നമുക്കിതിലേക്ക് മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കട്ട കെട്ടാതെ എല്ലാ മുളകും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴാണ് നമുക്ക് ഈ കല്ലുമ്മക്കായ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഓരോ കല്ലുമ്മക്കായ ഈ മുളക് മിക്സിയിൽ മുക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ മുളകിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാം. ഇങ്ങനെ എല്ലാ കല്ലുമ്മക്കായും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയം ലോ ടു ഫ്ലെയിമിൽ വെച്ചാൽ മതി. മുളക് പൊടിയുടെ മിക്സായതിനാൽ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കല്ലുമ്മക്കായ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങളും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 5 മിനിറ്റ് നേരം വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ മീഡിയം ഫ്ലെയിമിലായത് കൊണ്ട് തന്നെ ഇതിൻ്റെ 3 ഭാഗങ്ങളും ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊണ്ടോട് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ തൊണ്ട് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം തൊണ്ടൊടുക്കനെ നമുക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ കല്ലുമ്മക്കായ റെഡിയായി കഴിഞ്ഞു. ഞാനിതെല്ലാം കോരിയെടുക്കുകയാണ്. വളരെ രുചികരമായ നമ്മുടെ ഈ കല്ലുമ്മക്കായ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഞാൻ എൻ്റെ എല്ലാ കല്ലുമ്മക്കായും കോരിയെടുത്തു. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ ഒന്നാണ് നമ്മുടെ ഈ കല്ലുമ്മക്കായ നിറച്ചത്. തിരൂർ ഭാഗത്തും കോഴിക്കോടും വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ കല്ലുമ്മക്കായ നിറച്ചത്. ഈ റമദാനിൽ നിങ്ങളും ഇത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ടിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ഷെയറും ലൈക്കും കമൻറ്റും നൽകണേ. ഓക്കെ, ബൈ ബൈ.